ഹായ് ഹലോ ഇറ്റ്സ് മീ ആര്യാനി മീ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രൈഡ് ടു ബി ആണ്. ഇതാ എൻ്റെ ബ്രൈഡ് ടു ബിയുടെ ആൾക്കാരെല്ലാം ഇവിടെ ഇങ്ങനെ റെഡിയായി സ്റ്റഡി ആയിരിക്കണം. നമ്മുടെ കാറ് വരണം, നമ്മൾ കയറി പോകണം എന്ന് ഞങ്ങൾ റെഡിയല്ല. കാറ് വരെ ഞങ്ങൾ റെഡിയാവില്ല. ഇന്ന് ഞങ്ങൾ റെഡിയായി, കാർ ഞങ്ങൾ കൊണ്ടിയാക്കി. അപ്പം ഞങ്ങൾ പോയി പറ പിള്ളേരെ പോയി ബ്രൈഡ് ടു ബിയുടെ ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റ് ആയിട്ട് വരാം. ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. മൈ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്? അപ്പൊ നമ്മള് ബ്രൈഡ് ടു ബിയുടെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിട്ട് പോലും പിള്ളേരെ നിങ്ങൾ നാല് കാണില്ല. നിങ്ങളെ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മലബാർ, ഞങ്ങളുടെ സ്വന്തം മലബാർ ബേക്കേഴ്സിൽ വന്നു. എൻ്റെ സ്പെഷ്യൽ കേക്ക് എടുത്തു. ഇനി നേരെ ഞങ്ങൾ ഫോട്ടോ റെഡി. അതോ ഞങ്ങളുടെ ക്യാമറാമാൻ പ്ലസ് ഞങ്ങളെ കൊണ്ടുവരണ ചേട്ടൻ, ചക്കി ചേട്ടൻ കേക്ക് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് അവിടെ. എൻ്റെ ഇയറിങ്സ്, എൻ്റെ ചോക്കർ, എൻ്റെ ബ്രേസ്ലെറ്റ് ഓൾ ഫ്രം മീഷോ. എടീ എൻ്റെ ഇയറിങ്സ്, എൻ്റെ ചോക്കർ, എൻ്റെ ബ്രേസ്ലെറ്റ്, എൻ്റെ ഡ്രസ് ഓൾ ഫ്രം മീഷോ. മീഷോ ഞാൻ ഈ അടങ്ങിലെടുത്ത്. ഹായ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഷൂട്ടിൻ്റെ പ്ലേസിലെത്തി. സെൻറ്റ് ആൻഡ്രൂസ് ബീച്ച്, എവിടെയാണ്? കഴക്കൂട്ടം സെൻറ്റ് ആൻഡ്രൂസ് ബീച്ച് എത്തി. നമ്മളിനി ഫുൾ സെറ്റ് ചെയ്യാനുണ്ട്. ആ സെറ്റ് ചെയ്യാനുള്ള സാധനമൊക്കെ അമ്മുക്കുട്ടി കയ്യിൽ കൊണ്ട് പോകുന്നുണ്ട്. ഫുൾ സെറ്റ് ചെയ്ത് നമ്മളിപ്പം റോക്കി. സൂര്യനുണ്ട്, കടൽ സൂര്യൻ. ഒരു ബ്രൈഡ് ടു ബി കെട്ടാൻ പെടുന്ന പാട്. ഫുൾ കാറ്റ്, ഭയങ്കര കാറ്റ്. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് വാ പിള്ളേരെ. ഇതാണ് പ്രശ്നം. ഞാൻ ഫോട്ടോ എടുക്കാൻ കൊണ്ടുവരും, എടുക്കണത് മുഴുവൻ ബാക്കിയുള്ളവർ. കേക്കുമായി അതോ വരുന്നു കേക്കുമായി. എന്റെ കേക്ക് സ്പോൺസർഡ് ബൈ മലബാർ വെമ്പായം. എൻ്റെ വെമ്പായത്തെ മലബാർ ബേക്കേഴ്സ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത എൻ്റെ ബ്രൈഡ് ടു ബി കേക്കാണ്. ഇതിൻ്റെ കുക്കൊന്നും കണ്ടിട്ടില്ല. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ബ്രൈഡ് ടു ബി ഫോട്ടോഷൂട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ കുറച്ച് പേരുണ്ട്. അതും കൂടെ എനിക്ക് ഇതിൻ്റെ കൂടെ പറയണം. എൻ്റെ 2 വീണ, ശ്രുതി, ഗോപിക എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പക്ഷെ 4 പേർക്കും വരാൻ പറ്റാത്ത ഒരു കണ്ടീഷനും സിറ്റുവേഷനും ആയിപ്പോയി. അപ്പം പലരും ചോദിക്കും, നിന്റെ ബ്രൈഡ് ടു ബിക്ക് എന്തേ അവരില്ലാത്തത് എന്ന് ചോദിക്കും. അത് പിണക്കം കൊണ്ടൊന്നുമല്ല. ഒരുപാട് എല്ലാ ഫംഗ്ഷൻസിനും ഫസ്റ്റ് ഫ്രണ്ട് എന്ന് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരാളാണ്. സത്യം, അത് ചോദ്യം. അത് വേറൊന്നും കൊണ്ടല്ല. 4 പേർക്ക്, ഒരാള് ജീജി സൗദിയിൽ പോയി, അവൾക്ക് എൻ്റെ കല്യാണം കൂടാൻ പറ്റത്തിൽ ഭയങ്കര സങ്കടമാണ്. പിന്നെ ശ്രുതിക്ക് ജോബിൻ്റെ ഇഷ്യൂ, അത് കുറച്ച് ടൈം ലേറ്റ് ആവും. പിന്നെ എൻ്റെ വീണ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ അവളെ റെസ്റ്റ് ചെയ്യാൻ വിട്ടേക്കണം. അവളത് പറഞ്ഞു, നീ അനങ്ങണ്ട, ഒന്നും ചെയ്യണ്ട, നീ റെസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്നു എന്ന് പറഞ്ഞ്. 2ാമത്തെ വീണയ്ക്കും കുറച്ച് ഫാമിലി ഒരു മരണമൊക്കെ വന്നത് കാരണം അതും വരാൻ പറ്റിയില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് 4 പേരെ കിട്ടാതിരുന്നത്. പക്ഷെ 4 പേരെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണുണ്ട്, നന്നായിട്ട് മിസ് ചെയ്യാനുണ്ട്. പക്ഷെ അതിൻ്റെത് ഒരുവിധം വരെ ഇവർ ഈ 4 നികത്തിയിട്ടുണ്ട്. പറയാതിരിക്കാം, ഈ 4 അതിൻ്റെ ഒരു ചെറിയ പാർട്ട് നികത്തിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ട്. ഇനി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചെയ്യണം, വീട്ടിലോട്ട് പോകണം. കല്യാണം കഴിക്കാനുള്ള പതിയെ കൊണ്ടുപോ.